ഹലോ, വെൽക്കം ടു യൂട്യൂബ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മൾ റീൽസ് ആയിട്ടാണെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം ഫീഡാണ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്താണെന്നും ഓക്കെ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് എന്താണ് ഹാംസ്റ്റർ കോമ്പാറ്റ്, അത് സ്കാമാണോ അല്ലെങ്കിൽ അതൊരു സമയം കളയാനുള്ള ഒരു ഗെയിമാണോ, അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ലോഞ്ച് ചെയ്യുന്നതിന് വർഷം മാർച്ച് 25 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസി വഴി നമുക്കൊരു പാസീവ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാമെന്ന രീതിയിലാണ് അവരത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മേക്കേഴ്സ് ഉണ്ടല്ലോ, അവർ കൊണ്ടുവരുന്നത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം വിത്ത് ക്രിപ്റ്റോ കറൻസി എന്ന രീതിയിലാണ് നമ്മളവർ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആക്റ്റീവ് ഇൻകം, എന്താണ് പാസീവ് ഇൻകം, ഈ രണ്ട് ക്വസ്റ്റ്യൻ വരും. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും നമ്മൾ പണിയെടുക്കുന്നുണ്ട്, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ പണിയെടുത്താലേ പൈസ കിട്ടുള്ളൂ, അതാണ് ആക്റ്റീവ് ഇൻകം. ഓക്കെ, അതായത് നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും, നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ എന്ന രീതിയിലാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടന്നുറങ്ങിയാൽ പോലും നമുക്ക് പൈസ കിട്ടും. ഓക്കെ, ആ കൺസെപ്റ്റിലാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു ഇനീഷ്യലായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഇനീഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്തായിരിക്കും, നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് അതിൽ നിന്ന് ക്യാഷ് കിട്ടും. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാസീവ് ഇൻകം എങ്ങനെയാണ് നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവർ കൊണ്ടുവരുന്നത്. ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന കൺസെപ്റ്റിലാണ് ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു യൂസേഴ്സിന് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒരു യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗെയിം പോലെ ഇറക്കി. ഓക്കെ, ഗെയിം എന്ന് പറഞ്ഞാൽ സിമ്പിളി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടാപ്പ് ആൻഡ് പ്ലേ ഗെയിം ടൈപ്പിലാണ് അവർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊരു ആക്റ്റീവ് യൂസർ പോലെ ആയതിനു ശേഷം അതിലെന്ത് ചെയ്യും, അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവർ പറയുന്നത് ഈ ടൈപ്പ് ഓഫ് കോയിൻസ് നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇതിനെ ലിസ്റ്റ് ചെയ്യണ സമയത്ത്, അതായത് ഹാംസ്റ്റർ കോയിൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്യണ സമയത്ത് നമുക്ക് ഈ കോയിൻസിനെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിയൽ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസിയിലോട്ട് ഏതൊരു ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് അതിനെ സെല്ല് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇപ്പോഴും പറയുന്നത് അവർ പറയുന്ന കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അതിൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്കുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇങ്ങനെയായിരുന്നു. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ബൂം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു മുന്നോട്ട് പോകുന്നൊരു സെക്ഷൻ ഉണ്ടല്ലോ, അത് വളരെ റാപ്പിഡ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് 1 മില്യൺ ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെപ്പറേറ്റ് ഒരു ആപ്പോ അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സോ അല്ലെങ്കിൽ ഇതിന് സെറ്റപ്പ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ എന്ത് ചെയ്യുക, നേരെ ഇതിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ പോവുക. ടെലഗ്രാം ഗ്രൂപ്പിൽ പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അതിനുള്ളൊരു ലിങ്ക് ബാക്ക് ചെയ്തൊരു ലിങ്ക് വരും. അത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒരു വാലറ്റ് നമുക്ക് അല്ലെങ്കിൽ ഒരു ടോൺ നെറ്റ്വർക്ക്, TON എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, നമ്മുടെ ടെലഗ്രാമിൻ്റെ ഒരു ഓപ്പൺ നെറ്റ്വർക്കാണ്. ഓക്കെ, അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കാണ്. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു സിമ്പിളി ഒരു ഗെയിം കളിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂസേഴ്സ് വളരെ പെട്ടെന്ന് കൂടാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ വൺ മന്തിൽ തന്നെ ഒരു 1 മില്യൺ യൂസേഴ്സ് ആയതിനു ശേഷം പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ റാപ്പിഡായിരുന്നു. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളി നമ്മൾ ഈ റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടാവുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിൽ റെഫർ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ യൂസർ ബേസ് കൂടാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ആക്റ്റീവായിട്ട് ഒരു 150 മില്യൺ പ്ലെയേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഉണ്ട് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ന്യൂസൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു ടെലഗ്രാം മിനി ആപ്പ് പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പോപ്പുലറാണ്. പെട്ടെന്ന് നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും, ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് സെറ്റപ്പ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഗെയിം കളിക്കുന്ന പോലെ തന്നെ കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്കലി ഉള്ളൊരു ഹിസ്റ്ററി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഒരു സ്കാം ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന രീതിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വേറെയുള്ള നമ്മളൊരു ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇനീഷ്യലി നമുക്ക് കുറച്ച് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗെയിം കളിക്കുന്നു, അത് വെച്ചിട്ട് നമ്മൾ ഏൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ പൈസ കൊണ്ടുള്ള ഒരു നഷ്ടമുണ്ടാവുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതിൻ്റെ
അവർ ടൈമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ടൈം എന്ത് ചെയ്യുക, അതിന് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇതിൽ വെറുതെ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ കോയിൻസ് ഏൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കോയിൻസ് ഏൺ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിട്ടേൺ നമുക്ക് ഇതിൽ കിട്ടിയില്ലെങ്കിൽ എല്ലാവർക്കും വളരെ സങ്കടമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെസ്പറേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ട്വിറ്ററിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സിൽ നമുക്ക് ഓൾറെഡി കുറേ ആൾക്കാർ ട്വീറ്റ് ചെയ്തിട്ടുണ്ടെന്ന രീതിയിൽ നമുക്ക് റിപ്പോർട്ടുണ്ട്. ഓക്കെ, ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ സംഭവം ബാക്ക് എൻഡ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ടെലഗ്രാമാണെന്ന് പറഞ്ഞു ഓൾറെഡി. ഓക്കെ, അതുകൊണ്ട് തന്നെ ടെലഗ്രാമിൻ്റെ ഒരു ക്രിപ്റ്റോ വാലറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ നെറ്റ്വർക്ക് TON എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവായി കഴിഞ്ഞാൽ നമുക്ക് എയർ ഡ്രോപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെ ഒരു ഹാംസ്റ്റർ ടോക്കൺസ് കിട്ടും. ഹാംസ്റ്റർ ടോക്കൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവർ ഓൾറെഡി മാക്സിമം സപ്ലൈ ഓഫ് 10 ബില്യൺ ടോക്കൺസ് ഉണ്ടാവുന്ന രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആക്റ്റീവ് യൂസേഴ്സ് അവർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടുന്ന രീതിയിലൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കിതിൽ പ്രത്യേകിച്ച് പൈസ ഒന്നും പോകുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ബേസിക് അഡ്വാൻറ്റേജസ് ബേസ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പൈസ ഒന്നും പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസ വഴിയുള്ളൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്ന് പറയാം. പക്ഷേ ഇതിൽ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് വെച്ചാൽ നമ്മളിതിൽ കുറേ ടൈം ഉണ്ട്, ഇത് അഡിക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്, ഈ ഗെയിം അഡിക്റ്റീവ് ആണെന്ന രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വളരെ വോളറ്റൈലാണ്, നമുക്ക് ഇപ്പോഴും അറിയില്ല ഇതിൻ്റെ വാല്യൂ എത്രയാണ് കിടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇത് വളരെ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബൂം ഉണ്ടാവുമല്ലോ, അതെല്ലാവരും ഇതിനെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ ലൈവിലോട്ട് വരികയാണെങ്കിൽ തന്നെ എല്ലാവരും പെട്ടെന്ന് സെല് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇതിൻ്റെ വാല്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അത് വളർത്തിയാലുള്ള ചാൻസ് ഉണ്ട്. സോ അതൊക്കെയാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഇത് സ്കാം ആണോ എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഇത് സ്കാം ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും ആക്റ്റീവ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് എൻഡ് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഇതെപ്പോൾ പബ്ലിക് ആക്കും എന്ന രീതിയിൽ ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമുക്കിത് പബ്ലിക് ആക്കാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ സ്കാം ആണോ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരിക്കലും ഒരു ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏൺ ചെയ്യുന്ന കോയിൻസ് എല്ലാം ഇതിൻ്റെ വാല്യൂസ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഡൗൺ ആയിട്ട് താഴോട്ട് പോകും. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പൈസ ചിലപ്പോൾ അതൊന്നും കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടിയുണ്ട്. ഇനി ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഇതിൽ ടോക്കൺസ് കിട്ടാവുന്ന രീതിയിൽ നമുക്ക് കുറേ വേ ഇതിൽ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർലി ഒരു 3 വേയിലാണ് നമുക്കിതിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കൺസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ അതിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പോയിന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇത് വേറെ ആൾക്ക് സജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. പിന്നെ ഓരോ മിഷൻസ് ഉണ്ട്, നമുക്ക് ഓരോ ഡെയിലി റിവാർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിൽ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പോയിന്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോക്കൺസിൻ്റെ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഒരു 10 ബില്യൺ ടോക്കൺസ് ആണ് ഓൾറെഡി അവൈലബിൾ. അതിൽ 76% നമ്മൾ കിടക്കുന്നത് പാർട്ട്ണർഷിപ്പ് ആയിട്ടാണ്. ആപ്പാടെ വരുന്നത് 1% മാത്രമേ നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്കിത് ആൾക്കാർക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്ന ഇത്ര 1% ആണെങ്കിൽ അത്രയും യൂസേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 150 മില്യൺ യൂസേഴ്സ് ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൽ എത്ര ആൾക്കാർക്ക് നമുക്ക് സപ്ലൈ കിട്ടും എന്ന രീതിയിലൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കളിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇത് വേറെ ആൾക്ക് റെഫർ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നല്ലൊരു ബെനിഫിറ്റ് കിട്ടും അല്ലെങ്കിൽ നല്ലൊരു ലാഭം കിട്ടുമെന്ന രീതിയിലൊന്നും ആരും കളിക്കേണ്ട. ജസ്റ്റ് കിട്ടി പോയെന്നൊരു രീതിയിൽ കളിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നും. ഓക്കെ, ഹാംസ്റ്റർ കോമ്പാറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഇതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് വളരെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ബൈ.